അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മളിനി പറയാൻ പോകുന്നത് നേരത്തെ 2 തവണ പറഞ്ഞത്, ഒന്ന് മനഃപൂർവ്വവും മറന്നും ചെയ്താൽ ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്നതും മറന്നുകൊണ്ട് ചെയ്താൽ ബാത്തിലാകാത്തതും പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ചില വിശദീകരണങ്ങൾ ആവശ്യമായിട്ടുള്ളതാണ്. ബാത്തിലാകാനും ബാത്തിലാകാതിരിക്കാനും ഒക്കെ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് പറയും, നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ട ഒരു ഫർളിനെ അങ്ങ് ഉപേക്ഷിക്കുക. ഒന്നാമത്തത് അതാണ്, നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളിനെ ഉപേക്ഷിക്കുക. അപ്പൊ ഈ ഫർളുകൾ നിസ്കാരത്തിന്റെ 14 ഫർളുകളാണ്. ആ ഫർളിൽപ്പെട്ട നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം. ഈ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഒരാള് മനഃപൂർവമോ മറന്നുകൊണ്ടോ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് നിഷ്കരുണം നിസ്കാരം ബാത്തിലാകും. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഒരാൾ മറന്നുകൊണ്ടാവട്ടെ മനഃപൂർവമാകട്ടെ അത് ഒഴിവാക്കൽ കൊണ്ട് അവിടെ പിന്നെ ഒരു സംശയത്തിന് സാധ്യതയില്ലാത്ത നിലക്ക് നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഇനിയിപ്പോ നിയ്യത്തും തക്ബീറത്തും അല്ലാത്ത മറ്റുള്ള ഫർളുകളോ, അത് മനഃപൂർവമാണ് ഒരാൾ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അതുകൊണ്ട് അയാളുടെ നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ ഒഴിവായി പോയതാണെങ്കിൽ അത് തിരിച്ചെടുക്കൽ കൊണ്ട് നിസ്കാരം ശരിയാകും. ഇതുപോലെ ഒരാള് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ വിട്ടുപോയി എങ്കിൽ അത് അയാൾ രണ്ടാമത്തെ റക്അത്തിൽ ഓതിയാൽ മതി. പക്ഷെ ഒരു റക്അത്ത് കൂടെ അധികം കൊണ്ടുവരണമെന്നേ ഉള്ളൂ, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. നേരെ മറിച്ച് ഒരാൾ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും നിസ്കാരത്തിൽ അത് എവിടെ വെച്ചാണോ ഒഴിവാക്കിയതെന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് നിസ്കാരം ബാത്തിലാകുമെന്നാണ്. നിയ്യത്തും തക്ബീറത്തും ഇഹ്റാമും അല്ലാത്ത മറ്റേത് ഫർളാണെങ്കിലും മനഃപൂർവ്വമാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും. ഇനി അതല്ല മറന്നുകൊണ്ടാണ് ഒഴിവായി പോകുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കൽ കൊണ്ട് വീണ്ടും നിസ്കാരം ശരിയാകും, നിസ്കാരം ബാത്തിലാവുകയില്ല. രണ്ടാമതായിട്ട് പറയുന്നത്, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്തിന് ഭംഗം വരിക, ഷർത്ത് ഇല്ലാതായി പോകുന്ന സാഹചര്യം. എങ്ങനെയെന്ന് നോക്കാം. വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു നജസ് അയാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുക അയാളുടെ വസ്ത്രത്തിലായി അല്ലെങ്കിൽ ശരീരത്തിലായി. വിട്ടുവീഴ്ച ഇല്ലാത്ത നജസാണ്. എന്നാൽ ആ സമയത്ത് തന്നെ അയാൾ അതിനെ തട്ടിക്കളഞ്ഞു, അഥവാ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു നജസ് അയാളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആയി ആ സമയത്ത് തന്നെ അയാൾ അതിനെ തട്ടിക്കളഞ്ഞു എങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഇനി ആ നജസ് നനവുള്ള നജസാണ്, വസ്ത്രത്തിലാണ് ആയത് എങ്കിൽ വസ്ത്രം അങ്ങ് ഊരിക്കളയണം എന്നാണ് നിസ്കാരത്തിൽ. ഇനി അതല്ല ഉണങ്ങിയതാണെങ്കിൽ, ഉണങ്ങിയ നജസാണെങ്കിൽ ഊതിയിട്ട് ഒഴിവാക്കണം. നേരെ മറിച്ച് കൈകൊണ്ട് തട്ടുകയോ സ്പർശിക്കുകയോ ചെയ്യാതെ എന്ത് ചെയ്യണം, അത് ഊതിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കി കളയണം. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായ കാറ്റടിച്ചു, ആ കാറ്റിന്റെ കാരണത്താൽ അയാൾ ഔറത്ത് വെളിവായി. ഉടനെ തന്നെ അയാൾ ഔറത്ത് മറക്കുകയും ചെയ്തു, എന്നാൽ നിസ്കാരം ബാത്തിലാകൂല. നേരെ മറിച്ച് അങ്ങനെ തന്നെ ഔറത്തങ്ങ് തുണിയായിരുന്നു കൊടുത്തത്, ശക്തമായ കാറ്റിൽ തുണി പറന്നുപോയി, അപ്പൊ അയാളുടെ ഔറത്ത് വെളിവായി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് ഒരാള് ഔറത്ത് വെളിവായ ഉടനെ തന്നെ അയാൾ ഔറത്തിന് എന്ത് ചെയ്തു, കവർ ചെയ്താൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. മൂന്നാമതായിട്ട് പറയുന്നത്, ഖുർആന്, ദിക്ർ, ദുആ എന്നിവയിൽ ഒന്നും പെടാത്ത അർത്ഥമുള്ള ഒരു അക്ഷരമോ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത 2 വാക്കുകളോ ഉച്ചരിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. അതിനിപ്പോ അയാള് ശക്തമായി കുരക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മിയപ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും അർത്ഥമുള്ള ഒരു വാക്ക് അയാളിൽ നിന്ന് സംഭവിക്കുന്നതെങ്കിലും അതുകൊണ്ടും നിസ്കാരം ബാത്തിലാകും. ഇപ്പൊ ഒരാള് നിസ്കാരത്തില് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് അദാബിന്റെ ഒക്കെ ആയത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അതുപോലെ നല്ല സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിരി, ഇതൊന്നും നിസ്കാരത്തിൽ സംഭവിക്കാൻ ചിലപ്പോൾ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, ചിലപ്പോൾ മുന്നിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പം ഒന്ന് ചിരിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും, അത് മനഃപൂർവ്വം സംഭവിക്കുന്നതും അല്ല. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തില് അർത്ഥമുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത 2 വാക്കോ നമ്മുടെ നാവിൽ നിന്ന് ഉച്ചരിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും. അപ്പൊ പിന്നെ 2 വാക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ അധികരിച്ച് സംസാരം സംഭവിച്ചു, അതിനിപ്പോ മനഃപൂർവ്വമാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും നിസ്കാരം ബാത്തിലാകും. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ അഥവാ ചില ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒഴികെ. എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്? ഒരാൾക്ക് ശക്തമായ കൊര കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, ശക്തമായ കൊര,
അല്ലെങ്കിൽ തുമ്മൽ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, തുമ്മിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. അപ്പൊ ഇങ്ങനെ തുമ്മിക്കൊണ്ടേ ഇരിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ കുരച്ചുകൊണ്ടേ ഇരിക്കുന്നതിനിടയിലോ മറ്റുള്ള ഒരു അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരു അധികരിച്ച സംസാരം സംഭവിച്ചു പോയാലും നിസ്കാരം ബാത്തിലാകുകയില്ല. കാരണം അയാൾ ഈ ഒരു കാര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യനാണ്. സാധാരണ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാധാരണ അവസ്ഥയല്ല, അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ഉണ്ട്. അതുപോലെ തന്നെ കഫം ഉള്ളിലേക്ക് ഇറക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. ഒരാൾക്ക് കഫം പുറത്തോട്ട് എടുക്കണമെങ്കിൽ ശക്തമായ രീതിയിൽ ഒരു വായ കൊണ്ട് അങ്ങനെ കുരച്ചിട്ട് പുറത്തോട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ശക്തമായ സന്ദർഭം അയാൾ അങ്ങനെ സംഭവിച്ചു, അത് കഫം പുറത്തോട്ട് എടുക്കാനുള്ള ശ്രമം നടത്തൽ കൊണ്ട്, കാരണം ആ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോൾ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. പക്ഷെ ഈ കഫം ഇങ്ങ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകാത്ത സന്ദർഭവും ആണെങ്കിൽ അയാളത് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി കുഴക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ അധികരിച്ച സംസാരങ്ങൾ കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുമ്പോ കുറഞ്ഞ സംസാരം, ഈ കുറഞ്ഞ സംസാരം എന്ന് പറയുന്നത് നമ്മൾ ഒരു വഅള് പറയുകയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുകയോ ഒക്കെ അധികരിച്ച സംസാരമാണ്. ഈ അധികരിച്ച സംസാരം എന്ന് പറഞ്ഞ 6 ലഫ്ളാണ്. 6 ലഫ്ളിനേക്കാൾ കൂടുതൽ ഈ കുറഞ്ഞ സംസാരത്തിലൂടെ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പരീക്ഷണങ്ങളോ ഏൽക്കുന്ന സമയത്ത് പോലും അതിൽ കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരം എന്തായാലും ബാത്തിലാകും. ഈ കുറഞ്ഞ സംസാരം തന്നെ അത് മനഃപൂർവ്വമാണ് സംഭവിക്കുന്നതെങ്കിലും നിസ്കാരം ബാത്തിലാകും. എപ്പോഴാണ് അതിന് വിട്ടുവീഴ്ച ഉള്ളത്? അത് അയാൾക്ക് എന്തെങ്കിലും കൊരക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ചുമ കൊണ്ടോ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് കുറഞ്ഞ സംസാരം കൊണ്ട് ബാത്തിലാകാത്തത്. അല്ലെങ്കിൽ കുറഞ്ഞ സംസാരം കൊണ്ട് ബാത്തിലാകും, അത് മനഃപൂർവ്വമാണ് സംഭവിക്കുന്നതെങ്കിൽ. 4-മതായിട്ട് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു പ്രവേശിക്കുക, അങ്ങനെ പ്രവേശിക്കൽ കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാകും നോർമലി. ഇനിയിപ്പോ ഒരാള് ഒരു കടല തോളിലിട്ടിട്ട് ഇങ്ങനെ തിന്നുകയാണ്, അതിനിപ്പോ ആ തിന്നല് മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ചിലപ്പോൾ അയാൾ നിസ്കാരത്തിന്റെ മുമ്പേ ഭക്ഷണം കഴിച്ച ആളായിരിക്കും. അപ്പോൾ ഒരു ഇറച്ചിന്റെ കഷ്ണം പല്ലിന്റെ ഇടയിൽ കുടുങ്ങി, അയാൾ ആ പല്ലിന്റെ ഇടയിലുള്ളത് തോണ്ടി എടുത്ത് ഇങ്ങനെ അയാൾ തിന്നുകയാണ്. അതൊരു അധികരിച്ച ഭക്ഷണം കഴിക്കലാണ്, ചെറിയ ഭക്ഷണം അല്ല, അത് അധികരിച്ച ഭക്ഷണം തന്നെ. നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ അല്ലല്ലോ നിസ്കാരത്തില്. അപ്പൊ അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഇറച്ചിയുടെ കഷ്ണമോ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചപ്പോൾ ഇടയിൽ കൂടി ഒരു കടലയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപ്പിന്റെ കഷ്ണമോ അപ്പൊ അയാൾ ഇങ്ങനെ തൊള്ളയിലിട്ട് ഇങ്ങനെ തിന്നിങ്ങനെ അയാളിങ്ങനെ ഇറക്കുകയാണ്. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്താലും മറന്ന് ചെയ്താലും നിസ്കാരം ബാത്തിലാകുന്ന സന്ദർഭമാണ്. അഥവാ അധികരിച്ച ഭക്ഷണം കഴിക്കൽ, അതുകൊണ്ട് നിസ്കാരത്തിൽ മറന്നുകൊണ്ടായാലും മനഃപൂർവ്വമായാലും നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഇനി കുറഞ്ഞത്, ഈ കുറഞ്ഞത് എങ്ങനെ? അയാൾ അറിയാതെ, അതായത് വായയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പരിപ്പിന്റെ ചെറിയൊരു കഷ്ണം അയാളുടെ വായയുടെ ഇവിടെ കുടിക്കുന്ന, അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വായയിൽ കൊപ്പിളിച്ചപ്പോൾ അത് പോയിട്ടില്ല. പക്ഷെ നിസ്കാരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുക അത് അങ്ങനെ അവിടുന്ന് വന്നിട്ട് നേരെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. മനഃപൂർവ്വം അല്ല, മറന്നുകൊണ്ട് അഥവാ മനഃപൂർവ്വമല്ലാതെ ഒരു കുറഞ്ഞ സാധനം ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി, അല്ലെങ്കിൽ അയാൾ അറിയാതെ ഒരു സാധനം അങ്ങ് വിഴുങ്ങിപ്പോയതാണ്, മനഃപൂർവ്വം സംഭവിച്ചതല്ല. ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അല്ലെങ്കിൽ ഒരാള് അറിയാതെ അഥവാ ഇങ്ങനെ ഭക്ഷണം ഉള്ളിലെത്തൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല എന്നറിവില്ല, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ അങ്ങ് സംഭവിച്ചു പോയി, അങ്ങനെ അങ്ങ് വിഴുങ്ങിപ്പോയി, ആ കാരണത്താൽ നിസ്കാരം ബാത്തിലാവുകയും ഇല്ല. ഇനി അവസാനമായിട്ട് പറയുന്നത് നിയ്യത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിലുമുള്ള സംശയമാണ്. അതിന് നിഷ്പ്രയാസം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിയ്യത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിലുമുള്ള സംശയമാണ്, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നിരുപാധികം അതെന്താണ്, നിസ്കാരം ബാത്തിലാകുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു കാരണത്തിന്റെയും ആവശ്യമില്ല, അതുകൊണ്ട് നിസ്കാരം എന്തായാലും ബാത്തിലാകുക. കാരണം നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമുമാണ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട തുടക്കം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് രണ്ടിലും ഒരാൾ സംശയിക്കുന്ന സാഹചര്യമാണെങ്കിൽ ആൾ ഉടനെ തന്നെ നിസ്കാരം വേറെ തുടങ്ങണം, പുതിയ നിസ്കാരം ആരംഭിക്കണം എന്നാണ്. അതോടുകൂടെ തന്നെ ആ സംശയത്തോടു കൂടെ തന്നെ അയാളുടെ നിസ്കാരം ബാത്തിലാകും. ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.